ഇപ്പം ഈ 13+ അല്ലെങ്കിൽ 17+, 18+ കൊടുത്താലും ഈ പാരൻസ് കുട്ടികളെ കൊണ്ട് സിനിമ കാണാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ. ഒരു വന്ന് തിയേറ്ററിൽ വന്നതിന് ശേഷം എന്താ ഇങ്ങനത്തെ പടങ്ങളാണോ, ഈ വയലൻസ് കാണിക്കുന്ന പടങ്ങളാണോ കുട്ടികളെ കാണിക്കേണ്ടത്, നമ്മളത് നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. എബ്രിഷൈൻ്റെ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ബിജുവിന് ചെയ്യുന്ന സമയത്ത് അതിൽ പോലീസ് കോൺസ്റ്റബിൾ അല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 1 വീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പായ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് സ്പാ സെൻറ്ററിൽ നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴും നമ്മൾ തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. അതൊന്നും അല്ല നമ്മുടെ സിനിമയെ വരുന്നത്. അതിന് മുമ്പ് സ്പായിൽ പോയിട്ടുണ്ടോ? ഇല്ല ഇല്ല. മസാജ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബോഡി മസാജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു റിയൽ സ്പായിലേക്ക് പോകുന്നത് ഈ സിനിമയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് തെറാപ്പിസ്റ്റിന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ഒരു ഇമോഷൻ എന്തായിരുന്നു, തെറാപ്പിസ്റ്റുകളുടെ ഇമോഷൻ. അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. നമ്മളൊരു ക്യാരക്ടറായിട്ട് അവിടെ ചെന്നപ്പോൾ സാർ ഇമാജിൻ ചെയ്തെടുത്തൊരു തെറാപ്പി ഒരു സ്പാ അല്ലേ. അപ്പം അതിലെ ക്യാരക്ടർ ഇങ്ങനെ വേണം എന്ന് സാറ് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഫോളോ ചെയ്യാനേ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റിനുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിന് പുറകിലുള്ള ഗ്രേ ഷെയ്ഡൊന്നും ആലോചിക്കൽ ഒരു ആർട്ടിസ്റ്റിന് ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. ഹലോ എവ്രിവൺ, സ്പായിലെ നായികമാരിൽ ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്, ശ്രീജ ദാസ്. ഹലോ. ഹലോ. ഏറ്റവും ആദ്യത്തിന് ശേഷം സ്പാ ആണ്. സ്പാ ഇറങ്ങിയ ശേഷം എങ്ങനെയുണ്ട്? സ്പാ മയം. കാരണം സ്പാ ആളുകളുടെ ഇടയിൽ സ്പാ പറയുന്നുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സ്പാ ഇറങ്ങിയതിന് ശേഷം എല്ലാവരുടെയും സംസാര വിഷയം സ്പാ തന്നെ. എബ്രിഷൈൻ്റെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട്, അതായത് അദ്ദേഹത്തിന് ഒരു പടമോ എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. അപ്പൊ ഇത് അപ്രോച്ച് ചെയ്ത സമയത്തും ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫസ്റ്റ് കോള് പിന്നെ ചെയ്തപ്പോൾ തന്നെ സാർ ആദ്യം ചോദിച്ചത് ഇത് കമ്മിറ്റ് ചെയ്യണതിന് മുമ്പ് 1-2 വട്ടം ആലോചിച്ചിട്ട് വേണം പറയുന്നത് ഏപ്പടമായിരിക്കും എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. പുള്ളി തന്നെ പറഞ്ഞു ഏപ്പടമായിരിക്കും എന്ന് തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾക്ക് എബ്രിഷൈൻ ഇത് പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയിരിക്കും എന്ന് നമുക്കറിയാലോ. ഓരോ സിനിമയും ഡിഫറെന്റ് പശ്ചാത്തലമാണ്. അപ്പൊ ഇത് നമുക്ക് ഉറപ്പായിട്ട് ഡിഫറെന്റ് ആയിരിക്കും എന്നറിയാം. പക്ഷെ എബ്രിഷൈൻ്റെ ഏപ്പടത്തില് നമുക്ക് എന്താ പറയാ 100% കോൺഫിഡന്റ് ആയിട്ട് പോയി ചെയ്യാൻ പറ്റും എന്നാണ് ഡൗട്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് കൂടുതൽ നമുക്കൊരു എന്താ പറയാ ഉറപ്പുണ്ടാവും. അതായത് ഇപ്പൊ അദ്ദേഹം തന്നെ പറയുന്നത് ഷാജോൺ ചേട്ടൻ പിന്മാറി കോമഡി ആയിട്ട് പറഞ്ഞു. അങ്ങനെ പിന്മാറിയ ആളുകളുണ്ടല്ലേ? പിന്മാറിയ ആളുകളുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ തോന്നുന്നു അത് ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ചിലപ്പോൾ വേറെ വർക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. സാറ് കോമഡി ആയിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട് സാറ് അത്രയും വൾഗറായിട്ട് എടുക്കുന്ന ഒരു പരിപാടിയല്ല. 18+ ആണെങ്കിലും നമുക്ക് അത് ഇത്രക്ക് അല്ല. ആക്ച്വലി ഇപ്പൊ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മാത്രമല്ല കിട്ടുന്നത്. ആളുകൾക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ട്. ഏപ്പടം എന്ന് പറഞ്ഞാൽ എന്തോ വൾഗറായിട്ടുള്ള സീൻസോ അങ്ങനെയൊക്കെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഏപ്പടം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പൊ മർഡർ സീനുകളും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വയലൻസ് വരുമ്പോൾ എന്തായാലും ഏപ്പടം വരും. ഇത് നമ്മൾ പറയാൻ കാരണം 18+ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ഒരു പ്രവണതയുണ്ട്. ഇപ്പൊ 13+ അല്ലെങ്കിൽ 17+, 18+ കൊടുത്താലും ഈ പാരൻസ് കുട്ടികളെ കൊണ്ട് സിനിമ കാണാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ. അപ്പൊ ഇവരത് വായിച്ചു നോക്കാതെ വരുന്നത്. വന്ന് തിയേറ്ററിൽ വന്നതിന് ശേഷം എന്താ ഇങ്ങനത്തെ പടങ്ങളാണോ, ഈ വയലൻസ് കാണിക്കുന്ന പടങ്ങളാണോ കുട്ടികളെ കാണിക്കേണ്ടത്. ഓൾറെഡി നമ്മുടെ സിനിമാ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടാവും ഇത് 18+ ആണോ 13+ ആണോ എന്ന്. നമ്മളത് നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും നോക്കാതെ ബുക്ക് ചെയ്ത് ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യം. ഓക്കെ, സ്പായിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മസാജിനൊക്കെ പഠിച്ചില്ല. എബ്രിഷൈൻ്റെ സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ ബിജുവിന് ചെയ്യുന്ന സമയത്ത് അതിൽ പോലീസ് കോൺസ്റ്റബിൾ അല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 1 വീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കാൻ പറഞ്ഞിരുന്നു. പോയിരുന്നു. നമ്മൾ അതൊന്നും ചിലപ്പോൾ സിനിമയെ വരണം എന്ന് അല്ല സാർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചൊരു ധാരണ ഒരു ആർട്ടിസ്റ്റിന് വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒബ്സർവ് ചെയ്ത് എന്താണ് അവിടെ, അറ്റ്ലീസ്റ്റ് എന്താ അവിടെ നടക്കുന്നത്. എന്റെ ലൈഫിലൊന്നും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ കയറി ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിൽ 1 വീക്ക് ഇരിക്കുന്നു. അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുന്നു. അവർ ഇന്ററാക്ഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കണ്ടുപഠിക്കുന്നു. ഇത് നമുക്ക് സിനിമയെ കൊണ്ടുവരാനായിരിക്കില്ല. സാറിന്റെ ഒരു ഡീറ്റെയിലിങ്ങിന്റെ ഭാഗമായിട്ടാണ് സാർ അത് പറയുന്നത് നമ്മളോട്. അപ്പൊ സ്പായ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ഒരുപാട് സ്പാ സെന്ററിൽ നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴും നമ്മൾ തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും. അതൊന്നും അല്ല നമ്മുടെ സിനിമയെ വരുന്നത്. അതിന് മുമ്പ് സ്പായിൽ പോയിട്ടുണ്ടോ? ഇല്ല. മസാജ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബോഡി മസാജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു റിയൽ സ്പായിലേക്ക് പോകുന്നത് ഈ സിനിമയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ സ്പായിനെ കുറിച്ചുള്ള തോട്ട്സ് ഒക്കെ അവിടെ ചെന്നതിന് ശേഷമാണോ മാറിയത്?
ശരിക്കും അങ്ങനെ എനിക്ക് thought തോട്ട്സ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിട്ടില്ല. പിന്നെ സാറ് പറഞ്ഞത് സാറിന്റെ ഇമാജിനറി സ്പൈ ആണ്. ആ അപ്പം ഇപ്പൊ ഒരു ഇന്റർവ്യൂവിലാണോ ചോദിച്ചതെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തെറാപ്പിസ്റ്റിന്റെ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ഒരു ഇമോഷൻ എന്തായിരുന്നു, തെറാപ്പിസ്റ്റുകളുടെ ഇമോഷൻ. അപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. നമ്മളൊരു ക്യാരക്ടറായിട്ട് അവിടെ ചെന്നപ്പോൾ സാർ ഇമാജിൻ ചെയ്തെടുത്തൊരു തെറാപ്പി ഒരു സ്പാ അല്ലേ. അപ്പൊ അതിലെ ക്യാരക്ടർ ഇങ്ങനെ വേണം എന്ന് സാറ് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ഫോളോ ചെയ്യാനേ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പുറകിലുള്ള ഗ്രേ ഷെയ്ഡൊന്നും ആലോചിക്കൽ ഒരു ആർട്ടിസ്റ്റിന് ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. അതിന്റെ അവരുടെ ഒരു ദിവസത്തെ സാറിന്റെ ഫിക്ഷൻ അനുസരിച്ചിട്ടുള്ള ഒരു സ്പായ് ആണത്. റിയൽ സ്പായ് ആയിട്ട് ഒരു ബന്ധവും ഇല്ല. ഓക്കെ. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 4-5 പേരുണ്ടല്ലോ, അപ്പൊ ഹെയർ സ്റ്റൈല് അതിനകത്ത് തന്നിരിക്കുന്നത് ഇവിടാണ് പറഞ്ഞായിരുന്നു. ആ ഹെയർ സ്റ്റൈല് ശരിക്കും അതെ അത് അതിനു വേണ്ടി കട്ട് ചെയ്ത മുടിയാണ് നമ്മളിപ്പോ കണ്ടു. അതെ അതെ സ്പായ്ക്ക് വേണ്ടി മാത്രം കട്ട് ചെയ്ത മുടിയാണ്. അപ്പൊ ഒരു എനിക്ക് തലേ ദിവസമാണോ എപ്പോഴും cut ചെയ്തത്? തലേ ദിവസമാണ് കട്ട് ചെയ്തത്. കാരണം എനിക്ക് എപ്പോഴും എന്റെ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം ഒരേ അപ്പിയറൻസിൽ വരുന്ന ഒരു പരിപാടിയാണ്. ഇതിലൊരു ഡിഫറെന്റ് ലുക്ക് വേണം എന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞാൻ പോയി കട്ട് ചെയ്തു. എനിക്ക് തോന്നിയാൽ നന്നായിട്ട് വിഷമം തോന്നിയില്ലായിരുന്നു ഇത്രയുള്ള മുടി? വിഷമം ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിൽ ഒരു ഡിഫറെന്റ് ലുക്ക് വന്നപ്പോൾ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന അങ്ങനെയല്ലോ, ശ്രീജാദാസ് ഹെയർ കട്ട് ചെയ്ത ആളാണെന്നുള്ള രീതിയിൽ ഒരു അപ്രീസിയേഷൻ വന്നിരുന്നു. ഒട്ടും സങ്കടം, കാരണം നമ്മൾ ഇത്രയും നാൾ കൊണ്ടു നടന്ന് ഇത്രയുള്ള ലോങ് ഹെയർ. ഇല്ല, നമ്മൾ ഡിഫറെന്റ് ലുക്കിന് വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ സങ്കടമൊന്നും തോന്നിയില്ല. പക്ഷെ സിനിമയെല്ലാം കഴിഞ്ഞ് അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എന്നുള്ള ക്യാരക്ടർ റോൾസ് ആണ് എല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ഹെയർ നമുക്ക് എക്സ്റ്റൻഷൻ വെക്കണം, നമ്മുടെ മെഷർമെന്റ് കറക്റ്റ് ആക്കി എടുത്ത് ആ ഒരു ടൈമിൽ നമുക്കൊരു പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അപ്പൊ ഞാൻ വിളിച്ചു പറയും അത്യാവശ്യ ഘട്ടത്തിന് ഇങ്ങനെയാണ് ഹെയർ ഷോർട്ട് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അവര് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിററിൽ നമ്മളിങ്ങനെ നോക്കുമല്ലോ, അതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു ഫേസേ അല്ല. അതെ അതെ. അപ്പൊ എന്തായിരുന്നു ഒരു ഫീല്? അല്ല ഞാൻ പറയുന്ന എനിക്ക് ഞാനിപ്പോ ചെയ്തപ്പോ ബിജു തുടങ്ങിയിട്ട് അങ്കമാലി ഡയറീസ്, ടേക്ക് ഓഫ്, ഉദാഹരണം, സുജാത, തൊട്ടപ്പൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിലും ഒരു ശ്രീജാദാസിന്റെ ഒരു കോസ്റ്റ്യൂമും ഒരു അപ്പിയറൻസും ഉണ്ട്. ഞാൻ ഈ ലൊക്കേഷനിൽ ഹെയർ കട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ ചെന്ന് മേക്കപ്പ് ചെയ്ത് അതിലൊരു ഷോട്ടുണ്ട്, നമ്മൾ ഹെയർ കട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ വേറെ ആളായിട്ട് ഞാൻ അതിനെ കാണുന്നു. അതിന് എനിക്ക് വലിയൊരു സന്തോഷം തോന്നും. എനിക്ക് ഡിഫറെന്റ് ലുക്കിൽ എന്നെ കാണാൻ പറ്റിയല്ലോ. അതായത് ഈ പെൺപിള്ളേർ ഒരു ചേഞ്ച് വേണം തോന്നുമ്പോ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഹെയർ കട്ട് ചെയ്യലാണ്. അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, എന്നെ എപ്പോഴും കാണുന്ന ഒരു അപ്പിയറൻസിൽ കാണണ്ടാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കട്ട് ചെയ്തതാ. മുമ്പ് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഒരു ഷോർട്ട് ഹെയർ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല? ഷോർട്ട് ഹെയർ വേണമെന്ന് എപ്പോഴും തോന്നിയിരുന്നു. അത് നമുക്ക് ഇപ്പൊ സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഡ്രസ്സപ്പ് ചെയ്ത് പോവാൻ ഭയങ്കര ഈസിയാ. ആർട്ടിസ്റ്റിന് പറ്റില്ല, അത് നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നൊരു മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാ. ഞാനില്ലേ ആക്ച്വലി ശ്രീജാദാസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ആദ്യം അടിച്ചപ്പോ എനിക്ക് ശ്രീജാദാസ് ഹോട്ട് അതൊരു ഏപ്പടതിന് മുമ്പ് മീൻസ് എ സർട്ടിഫിക്കറ്റ് നോമാൻസ് ലാൻഡ്. അത് എന്റെ ശരിക്കും എന്റെ കരിയറിലെ തന്നെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയാൻ പറ്റുന്ന ഒരു പാടാണ്. ഞാൻ നോമാൻസ് ലാൻഡ് സിനിമ ഇപ്പൊ ആമസോണിലുണ്ട്, ചെയ്തതിന് ശേഷമാണ് അതെ ആണാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതില് ഈ പറഞ്ഞ ന്യൂഡിറ്റി അങ്ങനെയുള്ള ഇതൊന്നല്ല. നമ്മള് ഒരു സേഫ്റ്റിക്ക് കൊടുത്ത വയലൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഞാൻ അതില് കുറച്ച് സീൻസ് മാത്രമേ കണ്ടുള്ളൂ, നല്ല വയലൻസ് ഉണ്ട് അതില്. അപ്പൊ അതാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ അതെന്റെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ഞാൻ ഇപ്പോഴും ആളുകൾ ഇപ്പോഴും എനിക്ക് മെസ്സേജസ് വരുന്നത് ഔട്ട് ഓഫ് കേരള വരുന്നതും ഇൻഡസ്ട്രിയിൽ നിന്ന് ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും വിളിച്ച് സംസാരിച്ചൊരു വിഷയം എന്നാ ഒരു ശ്രീജാദാസ് എന്ന് പറഞ്ഞ ആക്ടറിനെ ബ്രേക്ക് ചെയ്ത സിനിമ എന്നുള്ളത്. കാരണം അത് ചെയ്യാൻ ഒരുപാട് ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സ്മോക്കിംഗ് പഠിച്ചു. ഞാൻ സ്മോക്കർ അല്ലായിരുന്നു, ഞാൻ സ്മോക്കിംഗ് പഠിച്ചു. എന്റെ ഒരു പോർട്ട്ഫോളിയോ എന്ന് പറയാ സിനിമ ശരിക്കും. അല്ല അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഇമേജ് ബ്രേക്ക് ചെയ്തു, അതേപോലെ തന്നെ ഇമേജ് ഡാമേജ് എന്നുള്ള സാധനം കൂടെ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ട് ആ ക്യാരക്ടറിനെ എങ്ങനെയാ ചെയ്ത്? ഇമേജ് ഡാമേജ് ചെയ്തു പറയാൻ പറ്റത്തില്ല. അതുവരെ നമ്മൾ കണ്ടിരുന്ന ഒരു ശ്രീജാദ ആ ഇമേജ് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നി. ഞാൻ എപ്പോ കണ്ടാലും ഒരു പാവം പിടിച്ച ടീച്ചർ, അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥ, അല്ലെങ്കിൽ അയൽവക്കത്തെ പാവം പിടിച്ച, എപ്പോഴും അങ്ങനെ എന്നെ കണ്ടിട്ടുള്ളൂ. ഉദാഹരണം സുജാതയിലൊക്കെ. അതെ. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യണം തോന്നി. കുറച്ചൊരു വൈഡായിട്ട് അഭിനയം
സാധ്യത ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരിക്കുന്ന സമയത്തായിരുന്നു നൊമാൻസ്ലാൻഡ് ചെയ്യാൻ പറ്റിയത്. അതിൽ ഒരു റിഗ്രറ്റും ഇതുവരെ ഇല്ല. ഇല്ല ഇല്ല ഇല്ല, അതെനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസാ. കാരണം ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മെത്തേഡ് ആക്ടിംഗ് ഒക്കെ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരുപാട് തിയേറ്റർ പഠിപ്പിക്കുന്ന സാർമാരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാനിത് എങ്ങനെയാ ഇതിലേക്ക് എത്തിയത്. അതെ, അതിലൊക്കെ എത്തിയത്. കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരേ സ്പേസിൽ തന്നെയായിരുന്നു നമ്മുടെ ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ക്യാരക്ടറായി തന്നെ നിൽക്കും എപ്പോഴും. അതിനെനിക്ക് കുറച്ച് ടൈപ്പ്കാസ്റ്റ് ചെയ്തു പോവോന്നുള്ള ഒരു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്ക് വന്ന് കുറച്ച് ക്യാരക്ടേഴ്സ് വന്നിരുന്നു. പക്ഷെ സെയിം അതിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു സ്വാസിക പുള്ളിക്കാരി ഒരു സിനിമ ചതുരം ചെയ്ത സമയത്ത് അതെ അതെ, അതിനുശേഷം അങ്ങനത്തെ കുറെ അപ്രോച്ചസ് വന്നായിരുന്നു. അത് ഇൻഡസ്ട്രിയിൽ ഉള്ളതാണ്. നമ്മളൊരു ഇപ്പൊ ഞാൻ പോലീസ് ചെയ്തില്ലേ ബിജുല്, ആക്ഷൻ ഹീറോ ബിജു. അതിനുശേഷം എനിക്ക് കുറെ പോലീസ് വന്നിരുന്നു. ഞാൻ എടുക്കാൻ വേറെ 2 എണ്ണം വന്നാലും എനിക്ക് പോലീസ് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ഒരു പേടിയുണ്ടായിരുന്നു. അതിനുശേഷം ഹെവനില് ചെയ്തു, പോലീസ് വേഷം ചെയ്തു. ഇപ്പൊ 2026 നമ്മൾ ഇരിക്കുന്നത്. 16 സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ജേർണി. അതെ, അപ്പൊ ശ്രീജയുടെ 10 വർഷങ്ങൾ അതെ നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാം. അതെ അതെ, ഉറപ്പായിട്ടും. ആഫ്റ്റർ 10 വർഷത്തിന് ശേഷം അഗെയിൻ എബ്രിഷെയിനിലെ എബ്രിഷെയിൻ മൂവി. അവിടെ ആക്ഷൻ ഹീറോ ബിജും അദ്ദേഹത്തിന്റെ മൂവി ആയിരുന്നു. അതെ അതെ അതെ, അവര് കോൺഫിഡൻസ് ആയിട്ട് അങ്ങനെ. അത് ഞാൻ ശരിക്കും എന്നെ പോലുള്ള ആർട്ടിസ്റ്റ് ഇപ്പൊ ബിജുവിലെ തന്നെ എന്താ പറയാ, ശ്രീകാന്ത് മുരളി, ഈ ചേട്ടനൊക്കെ ബിജുവിന് ശേഷമാണ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സാറിന് അറിയാം കൃത്യം നമ്മൾ എവിടെ കൊണ്ടുവിടണം എന്നുള്ളത്. ആ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക്. ജസ്റ്റ് ഒരു കോൾ ആയിരുന്നു കറക്റ്റ്, അല്ലാതെ ഒരു ഓഡിഷൻ ഒന്നും ഉണ്ടായിരുന്നു? ഓഡീഷൻ എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. സാറിന്റെ ഓഡീഷൻ എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. കോൾ ചെയ്തു, തീരുമാനിക്കൂ പറയൂന്ന് പറഞ്ഞപ്പോ നമ്മളൊരു സമയമൊന്നും എടുത്തില്ല. അപ്പൊ തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം വൺസ് നമ്മൾ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഏതൊരു ആർട്ടിസ്റ്റിനും ആഗ്രഹം ഉണ്ടാവും. എനിക്കൊക്കെ എപ്പോഴും സിനിമ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല. ഇപ്പൊ എല്ലാ മാസവും വിളിച്ചിട്ട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ. പക്ഷെ എനിക്ക് വരുന്നതെല്ലാം നല്ല ക്യാരക്ടേഴ്സാ. അപ്പൊ എനിക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ലുക്കിലും അങ്ങനെ വന്നപ്പോ പിന്നെ സാറിന്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സന്തോഷം ചെയ്യണേല്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 10 വർഷം കഴിഞ്ഞപ്പോ അതെ അതെ അതെ. ഇപ്പൊ ഈ ഒരു ജേർണി ജസ്റ്റ് ഒന്ന് ഓർക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ജേർണി? ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് സ്പേസിൽ പോയി നല്ല ക്യാരക്ടറായി ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുന്ന ഒരാളാണ്. പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ഇപ്പോഴും എനിക്ക് എന്നോട് ഇപ്പോ എത്ര സിനിമ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൗണ്ട് ചെയ്യാൻ ചിലപ്പോ പറ്റുമെന്ന് വരില്ല. അതെ, അങ്ങനെ നോക്കേണ്ടി വരും എനിക്ക്. ചിലവരൊക്കെ ചോദിച്ചാൽ അപ്പൊ തന്നെ പറയുമല്ലോ എത്ര സിനിമ ചെയ്തു. ഞാൻ അങ്ങനെ ഓർക്കുന്നില്ല. ചെയ്ത സിനിമകളെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത. ഇല്ലില്ല, സത്യം. ഇപ്പൊ ചിത്രം പറയുമ്പോഴാണ് 10 years ഓർത്തിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ ഒരു കാര്യം. ഇല്ല, ഈ സ്പാഡ് ഇന്റർവ്യൂവിന് പോയപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ബിജുവിന് ശേഷം സാറ് ചെയ്യുന്ന ഒരു പ്രൊജക്ടില് ഞാൻ ചെയ്യുന്നു. അപ്പൊ ബിജു ഇറങ്ങിയത് ഏത് വർഷമാണെന്ന് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ചിന്തിച്ചപ്പോഴാണ് 10 വർഷമായത്. ഈ 10 വർഷം കൊണ്ട് വന്ന ഒരു മാറ്റം എന്തായിരിക്കും? ആ 16 സ്റ്റാർട്ട് ചെയ്ത് 26 ഇരിക്കുന്ന ശ്രീജ എന്നുള്ള ആർട്ടിസ്റ്റിന് ഈ പറഞ്ഞ പോലെ മാറ്റം എന്ന് പറയാനായിട്ട് ഞാൻ എപ്പോഴും ഒരു ഡയറക്ടർ ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടിരുന്ന് ബൈഹാർട്ട് ചെയ്യണം അങ്ങനെ പരിപാടിയൊന്നും എനിക്കില്ല. നമുക്കൊരു കുറച്ച് സമയം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ചെന്ന് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ അവിടെ ഉണ്ടെങ്കിലോ നമ്മുടെ അടുത്ത് സംസാരിച്ചാൽ എനിക്ക് കുറച്ചൊരു ഓക്കെ ആവും. ഞാൻ ശ്രീജ ഇന്നതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം, അവർക്ക് നല്ല ധാരണ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഓക്കെ ആവുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അവരുടെ ഇതനുസരിച്ചിട്ട് ആ ക്യാരക്ടറിലേക്ക് ഞാൻ എങ്ങനെ വരും എന്നുള്ളത് മാത്രമേ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ല ഞാൻ ഭയങ്കര പ്രീ പ്ലാൻ ചെയ്തിട്ട് പോയിട്ട് അഭിനയിക്കുന്ന ഒരാളല്ല. പക്ഷെ ഒബ്സർവ് ചെയ്യും. ഇപ്പൊ ഒരു ക്യാരക്ടർ പറഞ്ഞത് എന്തായിരിക്കും എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടാവും. പക്ഷെ അവർ പറയുന്നതനുസരിച്ച് എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ശ്രീജ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തു തരുമോ? അപ്പൊ ആക്ച്വലി നമുക്ക് അപ്പോഴല്ലേ നമ്മൾ ആ സ്ക്രിപ്റ്റ് കാണുകയും ക്യാരക്ടറിനെ അറിയുകയും ചെയ്യുക. അതിനു മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കുമല്ലോ സ്ക്രിപ്റ്റിലും. അപ്പൊ അവർക്ക് നല്ല ധാരണയുണ്ടാവും. അപ്പൊ അവര് നമ്മളെ ഇങ്ങനെ പറയാ ഫോളോ ചെയ്ത് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ പോയിട്ട് അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ നമ്മൾ ഈ സെലിബ്രിറ്റീസ് ആകുമ്പോൾ എപ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് വരിക എന്നുള്ളൊരു ധാരണ സാധാരണ നമ്മൾ അങ്ങനെ കണ്ടേക്കുന്നത്. ഞാൻ വളരെ കുറച്ച് ആളുകളെ കറക്റ്റ് ടൈമിന് വന്നിട്ടുള്ള ഒരാളായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പൊ അതിപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇത് എവിടെന്നാ പഠിച്ചേ? അത് ശരിക്കും അച്ഛന്റെ ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നത്. ചെറുപ്പം മുതൽ അച്ഛൻ ഇങ്ങനെ പറയും ടൈം, ഒരു ഫ്രണ്ടിനോടായാലും നമ്മൾ ടൈം പറഞ്ഞ് കീപ്പ് ചെയ്യണം എന്നുള്ളത്. അന്ന് എനിക്കത് അത്ര മനസ്സിലായില്ല. പക്ഷെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്ക്
എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ. കാരണം അതിലെല്ലാവരും എനിക്ക് ഷാർപ്പ് ടൈമേ പറയുള്ളൂ. ഒരു ഹാഫ് ആൻ അവർ മുമ്പൊന്നും പറയില്ല എന്നോട്. പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയാറില്ല. ഷാർപ്പ് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിന് എത്തും. ലൊക്കേഷനിൽ ഏറ്റവും ആദ്യം എത്തുന്ന ആളാണോ? ഇല്ല, ടൈം പറഞ്ഞാൽ ടൈമിനെത്തും. അതിന് മുമ്പ് പറഞ്ഞ ആൾക്കാർ എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും. അല്ല, സ്പായില് ആ ഒരു ചോദ്യം ഞാൻ കേട്ടാ അതൊരു ഇന്റർവ്യൂല് ചോദിച്ചപ്പോ അല്ല അവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് എന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മള് തുടക്കത്തിലൊക്കെ അങ്ങനെയാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ആളുകൾ മാറും. അല്ല, എല്ലാവരും ലേറ്റ് ആണല്ലോ, ഞാനും ലേറ്റ് ആവാന്ന് വിചാരിക്കില്ല. അങ്ങനെയും മാറിയില്ല. ഇല്ല, അങ്ങനെ മാറിയില്ല. ഈ ചുട്ടയിലെ ശീലം എന്ന് പറയണത് ഭയങ്കര കറക്റ്റാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളെ ശീലങ്ങളാണല്ലോ, ശീലങ്ങള് ചില നല്ല ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ സമയത്തും സിനിമ ഉള്ള ഒരാളല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബാക്കിയുള്ള സമയങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? അതൊരു ചോദ്യമാണ്. എന്താ ചെയ്യാ? ശരിക്കും ഞാൻ ഡാൻസ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അത് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നില്ല. പ്രാക്ടീസ് ഒരു പെർഫോമർ ആവണം എന്നൊക്കെയാണ് ആഗ്രഹം. പണ്ടത്തെ ആഗ്രഹം അതായിരുന്നു. അതെ, പണ്ടത്തെ ആഗ്രഹം അതായിരുന്നു. ഒരു പെർഫോമർ ആവണം, സ്റ്റേജിൽ പെർഫോം ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമായിരുന്നു. ഇപ്പൊ സിനിമ വന്നപ്പോ എനിക്ക് രണ്ടും ഒരേപോലെ. സിനിമ ഇങ്ങനെ അബദ്ധത്തിൽ വന്നതാണോ, ഓർ സിനിമാ നടി ആവണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ല? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ എബ്രിഷൈൻ മൂവി ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഓഡിഷൻ FB-യിൽ കണ്ടിട്ട് ഫോട്ടോസ് അയച്ചത്. 1983 എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അപ്പൊ ഞാനൊന്ന് വെറുതെ അയച്ചു നോക്കിയതാ. അതിന്റെ ഡയറക്ടറൊക്കെ ആണല്ലോ. 1983 എന്റെ ഫേവറേറ്റ് മൂവി ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഓക്കെ, ഒന്നൊന്നും അയച്ചു നോക്കാം. അന്ന് അഭിനയിക്കാറിയൊന്നും അറിയില്ലായിരുന്നു. അയച്ചു നോക്കി, അങ്ങനെ കിട്ടി. അങ്ങനെയാണ് നമ്മൾ സിനിമയിലേക്ക് വന്നത്. അപ്പൊ ഡാൻസ് അവിടെ നമ്മള് അല്ല, അപ്പൊ ബാക്കിയുള്ള സമയം ഡാൻസിന് വേണ്ടി ഡാൻസ് പരിപാടി പെർഫോം ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഒരു പെർഫോമർ ഒന്നായി മാറിയിട്ടില്ല ഞാൻ. ചെറിയ ചെറിയ പെർഫോമൻസ് ഒക്കെ ചെയ്യും. നല്ലൊരു പ്രാക്ടീസ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അല്ല, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതായത് ഇപ്പൊ നമുക്ക് സിനിമ അല്ലാതെ പ്ലാൻ ബിയും അങ്ങനെയൊന്നുമില്ല. സിനിമ തന്നെ പ്ലാനേ ഇല്ല. സിനിമ വരുന്നത് ചെയ്യാ, ഡാൻസ് അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാ. ഓക്കെ. അല്ല, ഡാൻസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നല്ലോ ഡാൻസ്. അത് ഈ സമയക്കുറവ് കൊണ്ടായിരുന്നു ആക്ച്വലി. സമയക്കുറവല്ല, മടിയുണ്ട്. പിന്നെ നമ്മള് ഈ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു പ്രാക്ടീഷണർ നമുക്ക് കൂടെ വേണം. അപ്പൊ അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. മെയിൻലി നമ്മൾ തന്നെ വിചാരിക്കണം. ശരിക്കും പറഞ്ഞ എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും നമ്മൾ വിചാരിക്കണം ചെയ്യണമെന്ന്. അതല്ലാതെ പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ തന്നെ. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചെയ്യാറില്ല. ചെയ്യും, കുക്കിംഗ് ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ് ചെയ്യും. കാരണം ഞാൻ പുറത്ത് ഫുഡ് അങ്ങനെ ലൊക്കേഷനിൽ പോകുമ്പോഴോ മാത്രമാണ് പുറത്തുനിന്നുള്ള ഫുഡ്. പുറത്ത് ഫുഡ് അങ്ങനെ ഒരുപാട് കഴിക്കുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് ഫുഡ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരു ഫീൽ വരും. ഫ്രണ്ട്സ് എന്നെ കൊണ്ടുപോകില്ല. കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല ഫുഡ്. റെസ്റ്റോറന്റിൽ പോയിട്ട് ഞാൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. കാരണം നമ്മൾ എല്ലാവരും എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർ, മീൻസ് അല്ല അത്യാവശ്യം ടേസ്റ്റിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാര് അല്ലേ, അവർക്കൊരു ഇതുണ്ട്, ഇതിന് എന്തോ കുറവുണ്ടല്ലോ. നമ്മൾ അമ്മമാരൊക്കെ കറക്റ്റ് എന്ന് പറയുന്ന പോലെ. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. അല്ല, റെസ്റ്റോറന്റിൽ പോയിട്ട് അവര് കഴിക്കുമ്പോൾ നമ്മൾ എനിക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുക്കിംഗ് അങ്ങനെ അറിയണ അത്ര നല്ലതല്ല. നമ്മളിങ്ങനെ ജഡ്ജ്മെന്റൽ ഇതിന് ടേസ്റ്റ് ഇല്ലല്ലോ, ഇതിന് എന്തോ ഒരു കുറവുണ്ടല്ലോ, എന്തോ കൂടുതലുണ്ടല്ലോ. അപ്പൊ ലൊക്കേഷനിലൊക്കെ പോകുമ്പോ പറയോ എനിക്ക് ഇന്ന കാര്യങ്ങളൊന്നുമില്ല? അതൊന്നുമില്ല. അവര് ഒരു മെനു ഉണ്ടല്ലോ. ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ്? ഇല്ല, ഒട്ടും ഫോളോ ചെയ്യില്ല. ഒരു ആർട്ടിസ്റ്റിന് ബോഡി ആണല്ലോ അവരുടെ ടൂള്. അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ കാര്യം? ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ് കഴിക്കലൊന്നും ഇല്ല. അങ്ങനെ അതായിരിക്കും. വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുന്നു. അവിടെ എന്താ ഫുഡ് നമുക്ക് അത്രേ ഉള്ളൂ. നമ്മളിപ്പോ നോർമലായിട്ട് ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണല്ലോ സിനിമയിലേക്ക് വരുന്നത്. ഈ സിനിമയിലേക്ക് വന്നാൽ നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ മാറും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? തോട്ട് പ്രോസസ് ഒന്നും എന്റെ മാറിയിട്ടില്ല. പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഒന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ അറിയില്ല. ഞാൻ മനസ്സിലാക്കി. കാരണം കണ്ട ക്യാരക്ടേഴ്സ് ഒക്കെ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ വന്നപ്പോ മുതൽ മെച്ചൂരിറ്റി ഒക്കെ ഉള്ള ആളാന്ന് വിചാരിച്ചു. അങ്ങനെ കാര്യമായിട്ടൊന്നും മിണ്ടില്ലായിരിക്കും. അപ്പൊ ഒരു അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. എനിക്ക് ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഒന്നും സംസാരിക്കാത്ത ഒരാളാണ്. ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന അങ്ങനെയായിരുന്നു. പക്ഷെ അതല്ലാതെ പാർട്ട് ഓഫ് ഈ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം, പ്രൊമോഷൻ പോകണം. ഇന്റർവ്യൂവിന് വരാൻ മടി ആലോചിച്ച ആളാണ്. അതെ, പക്ഷെ അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തതാണ്. ഇപ്പൊ മാറ്റം എന്ന് പറഞ്ഞാൽ അതാണ്. പണ്ട് നമുക്കൊരു മൂവി ചെയ്ത് സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി ഇരിക്കാം. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ വന്നു,
നമ്മളെ തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം, ആ ലെവലിലേക്കൊക്കെ സെൽഫ് മാർക്കറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ്. എന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കര കുറവ് ഫോട്ടോസും. ഞാൻ ഈ ഇടയ്ക്ക് ഫോട്ടോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഈ ഒരു കാര്യത്തിൽ കുറച്ച് പുറകില്ല. എനിക്കും അങ്ങനെ അതൊക്കെയാണ് മാറ്റം എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളൂ. കുറച്ചുകൂടി സെൽഫ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയോ? എപ്പോഴും തുടങ്ങിയതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ സെൽഫി ഒക്കെ എടുത്തിടാൻ തുടങ്ങി. സെൽഫിയോ? അല്ല മീൻസ് സെൽഫി ഒക്കെ എടുത്തിടാൻ തുടങ്ങിയത് ഇപ്പോഴാ. അല്ല ഇപ്പൊ എല്ലാവരും സെൽഫി കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. ഒരു ഫോട്ടോഷൂട്ട് പോലും വന്നിട്ടില്ല. ഇല്ല. അപ്പൊ ഇത് കഴിയുമ്പോ നമുക്ക് ഒരു ബോൾഡ് ഹോട്ട് ഫോട്ടോഷൂട്ട്. ഹോട്ട് ആവണമെന്നില്ല, നിർബന്ധമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ല അപ്രോച്ച് ചെയ്തിട്ടില്ലേ ഫോട്ടോഷൂട്ട്? ഞാൻ പോവില്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ചെയ്യണം തോന്നിയിട്ടില്ല? ഇല്ല, ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല ഇപ്പൊ സെൽഫ് മാർക്കറ്റിംഗിന്റെ കാലാണെന്നുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും ഇനി എനിക്ക് കുറച്ച് മാറണം എന്നുള്ളൊരു തോട്ടെങ്കിലും ഇനി അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ മാറണം തോന്നിയിട്ടില്ല. പക്ഷെ ഒരു സിനിമ ഇപ്പൊ നമ്മളിപ്പോ സ്പാ ആയാലും നമ്മൾ ആക്ട് ചെയ്തു, നമ്മൾ തിരിച്ചു വന്നു, അതിന്റെ പാർട്ടായിട്ട് നമ്മളുടെ അതിന്റെ സക്സസ് വരെ നമ്മൾ അതിന്റെ കൂടെ ഉണ്ടാവണം. അതിപ്പോ അതുണ്ട്. ഓക്കെ, പ്രമോഷനും കൂടെ നമ്മുടെ ജോലിയാണ്, നമ്മുടെ പാർട്ടാണ്. നമ്മൾ അങ്ങനെ ഒരു മൂവി ചെയ്തിട്ട് ഓക്കെ നമ്മുടെ പാർട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ അങ്ങനെയല്ല. അത് നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നു മാത്രം. അല്ല ഇപ്പൊ ആരും കൂടെ ഉള്ളവരാരും പറയില്ല നമ്മൾ ഇങ്ങനെ കുറച്ചു പേര് ഇങ്ങനെ ഇരുന്നാ പോരാ, എന്നും പറയുന്ന കാര്യം എന്നും പറയും. ഞാൻ അത് കേൾക്കും, ഞാൻ അല്ല ഏതെങ്കിലും സിനിമകൾ അങ്ങനെ മിസ്സായിട്ടുണ്ടോ? മിസ്സൊന്നും ആയിട്ടില്ല. ഇല്ല. എനിക്കിപ്പോ നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോ ഫോട്ടോഷൂട്ട് എന്ന് പറയില്ലേ, നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്ത് ശ്രീജാദാസ് അല്ലാത്ത ഒരാളെ ഞാൻ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അല്ല ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം അതല്ല. അല്ല, പക്ഷെ അവര് ചോദിക്കുന്നത് ഞങ്ങൾക്ക് മേക്കപ്പ് ഇല്ലാത്ത ഒരു ഫോട്ടോ അയച്ചു തരൂ. ഓഡിഷൻ എന്തിനാ കാസ്റ്റിംഗിലായാലും കാസ്റ്റിംഗിൽ ചോദിക്കുന്നത് അതാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഞാൻ പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ആ ഇമേജ് അല്ല നമ്മൾ സിനിമയെ വരുമ്പോ ഉള്ളത്. അതൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കാൻ ചിലപ്പോ നല്ലതായിരിക്കും കേട്ടോ, അതൊക്കെ നല്ല കാര്യങ്ങളാണ് എല്ലാം. എൻഗേജ്ഡ് ആക്കി വെക്കുക. പക്ഷെ ഞാൻ ചിന്തിക്കുക എന്നെ ഒരു ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വേണമല്ലോ. അതും എനിക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യം. ഓക്കെ ഞാൻ ഇതാണ്, വിത്തൗട്ട് മേക്കപ്പ് ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിക്കാനൊരു ഇമേജ് വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന അങ്ങനത്തെ ഫോട്ടോസ് ആയിരിക്കും. ഓക്കെ. അല്ല ഇനി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ സംസാരിച്ചതിന് ശേഷം? ചിലപ്പോ എന്നാ അതൊന്ന് കാണണം. ഓക്കെ. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ 4-5 പേര് ഒരുമിച്ചാണല്ലോ. ഈ ഗേൾസ് ഗ്യാങ് എന്നുള്ള ഒരു സംഭവം ഉണ്ട്, അത് ലൈഫിലും ഉണ്ടോ? അങ്ങനെ ലൈഫിലുണ്ട്, പക്ഷെ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളൊന്നുമല്ല. ഇപ്പൊ നമ്മൾ മന്ത്ലി ഇപ്പൊ വൺസ് നമ്മൾ കണ്ടാൽ തന്നെ നമ്മൾ ഇങ്ങനെ അങ്ങനെയാവും. നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു ഗ്യാങ്ങിനെ ഒന്നും ഉണ്ടാക്കുന്ന രീതിയിൽ. അല്ല അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ തുടക്കം മുതലേ? നമുക്ക് ഉണ്ട്, കോളേജ് തുടങ്ങിയുണ്ട്. ഓക്കെ. അവരിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വന്നാൽ അവരോടാണോ ചോദിക്കുന്നത്? അതെ, സ്റ്റിൽ അവരോട് തന്നെയാ. അവരാണ് നമ്മളെ ഇപ്പൊ വിളിച്ച് ഈ പറയുന്ന പോലെ ശ്രീജ നീ ഇങ്ങനെ ഇരുന്നാ പോരാ, സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാം കേൾക്കും ഉണ്ടായിരുന്നു. ഈ സിനിമയിലെ ഒരു ഗേൾസ് ഗ്യാങ് എങ്ങനെയുണ്ടായിരുന്നു? അതും എൻ്റെ ഡിഫറെന്റ് ആയിരുന്നു. ഇത് നമുക്ക് ഷൂട്ടാന്നേ തോന്നിയിട്ടേ ഇല്ല. കാരണം അത്രയും പറഞ്ഞനുസരിക്കാത്ത ഒരു ഗ്യാങ് ആയിരുന്നു ഇത്. നമ്മൾ ശരിക്കും ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ഫീൽ ആയിരുന്നു. അത് സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തു തോന്നി. ഞങ്ങൾ അത്ര ഫ്രീ ആയിട്ടാണ് ആക്ട് ചെയ്തപ്പോഴും നിന്നത്. ആക്ടേഴ്സ് ആണെന്ന് തോന്നിയില്ല. സാറ് വിളിക്കുമ്പോ നോക്കി അഭിനയിക്കാൻ പോവാ, അത്രയും ഉണ്ടായിരുന്നു. നിങ്ങളോട് കുറച്ചുകൂടെ നേരത്തെ അവിടെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല. അല്ല ചില ഡയറക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഷൂട്ടിന് ഒരു 1 വീക്ക് മുമ്പേ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓക്കെ ജസ്റ്റ് മിങ്കിൾ ചെയ്യിച്ചു, പരിചയപ്പെടുത്തി. അപ്പോഴേ എല്ലാം സെറ്റ് ആയി എല്ലാവരും. ഓക്കെ. അല്ല ഈ കൂട്ടത്തിനകത്ത് ഏറ്റവും ഫൺ ആരായിരുന്നു? എല്ലാവരും ഫണ്ണാണ്. ശ്രുതിനെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? പൂജിതാണ് ഏറ്റവും ഫണ്ണ്. ശ്രുതിനെ നേരത്തെ പരിചയം? ഇല്ല. നിങ്ങൾ ഇവരാണ് എന്റെ കൂടെ വരാൻ പോകുന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ശ്രുതി ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു. ശ്രുതി ഒരു ഷൂട്ടിന് അന്ന ശ്രുതിയെ കാണുന്നത്. ബാക്കി ഞങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്പായിൽ പോവാനും ഞങ്ങൾ ഒരുപാട് മിങ്കിൾ ചെയ്തു. ഭയങ്കര സെറ്റായി അപ്പോഴേക്കും. സ്പാക്ക് ശേഷം ഏതെങ്കിലും കോൾ വന്നോ ഏതെങ്കിലും സിനിമയുടെ? സ്പാക്ക് ഇറങ്ങിയതിന് ശേഷം വന്നിട്ടില്ല. അതിനു മുമ്പ് ഞാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഹെയർ വെച്ചിട്ട് സിനിമകൾ ചെയ്യേണ്ട വന്നു. എത്ര നാളെ കാണും? ഇതിപ്പോ ഒരു 6 months ആയിട്ടുണ്ടാവണം അല്ലേ? സമയത്ത് ഷോർട്ടായിരുന്നു. അപ്പോ ആ ഒരു സമയത്ത് ഷോർട്ട് ഹെയറിൽ ഞാൻ സിനിമ ചെയ്യേണ്ടി വന്നു ഇത് വെച്ചിട്ട്. എക്സ്റ്റൻഷൻ വെച്ചു. ഓക്കെ. ഏതൊക്കെ സിനിമകളാ പിന്നെ ഇറങ്ങാനുണ്ട്? ഷഹദിന്റെ ഒരു മൂവി ഉണ്ട്, പാർവതി തിരുവോത്ത് ഒരു മാമിന്റെ മൂവിയാണ് അത്. പിന്നെ കിരൺ ദാസ് എഡിറ്റർ, ചാക്കോച്ച മൂവിയാണ്. ഷാഹി കബീർ സ്ക്രിപ്റ്റ്. അതിലും ഈ പറഞ്ഞ പോലെ ഹെയർ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട വന്നു.
ഈ 2 സിനിമയാണ്. ഏതെങ്കിലും സിനിമ മിസ്സായോ? ഇല്ലല്ലോ. ഇല്ല, മിസ്സായിട്ടില്ല. എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് മിസ്സാവില്ല. മിസ്സാവില്ല. ഓക്കെ. അല്ല, ഈ നമുക്ക് മുടി വെട്ടിയതിന് ശേഷം അങ്ങനെ സിനിമ മിസ്സായി എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു ഞാൻ സമയത്ത് മിസ്സാക്കാതെ നോക്കും. ആ. കാരണം ഞാൻ ആദ്യമേ ജാമ്യം എടുക്കുന്ന പോലെ അവര് വിളിക്കുമ്പോഴേ പറയും, വിളിക്കുമ്പോഴും മുടിയില്ല. പറയും ഷോർട്ട് ഹെയർ ആണ്, നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ. ഓക്കെ, മേക്കപ്പിൽ നമ്മൾ ഓക്കെ നമുക്ക് സെറ്റ് ആക്കാം. അല്ല, നാച്ചുറൽ ആയിട്ട് വേണം എന്നുള്ള അങ്ങനെ ആരും പറയാറില്ലല്ലേ? നാച്ചുറൽ ആയിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഹെയർ. ഹെയർ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ. ഈ ശ്രീജാദാസ് എന്നുള്ള ഒരു വ്യക്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് ശ്രീജാദാസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടോ? ഇല്ല, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതിപ്പോ ഞാനല്ലല്ലോ പറയണ്ടേ. അല്ല, പേഴ്സണലി ഇല്ല, കുറെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ട് അങ്ങനെയില്ല. നമ്മളിപ്പോ ഞാൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നു എന്ന് മാത്രമാണ്. ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്യും. ഇപ്പൊ എല്ലാവരും വിചാരിക്കും, ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ അവര് പറയും ഇന്നെ ഞങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്. ചേഞ്ച് ഇല്ല, 10 years ആയിട്ടും ചേഞ്ച് ഒന്നുമില്ല. സിനിമയിൽ അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു, അവരുടെ കൂടെ ഇരിക്കുന്നു. ഒരു സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു ജോലിയായിട്ട്. പിന്നെ അതിന്റെ ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു ഇപ്പൊ പാട്ട് പഠിക്കുമ്പോഴും ഡാൻസ് പഠിക്കുമ്പോഴും നമ്മൾ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ അഭിനയത്തിലുണ്ട്. അതിന്റെ വർക്കൊക്കെ ചെയ്യണം, മൂവീസ് കാണും, വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് അങ്ങനത്തെ വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ട്. ചെയ്തായിരുന്നു? ചെയ്ത്. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് വ്യത്യാസങ്ങൾ അത് ചെയ്യുമ്പോൾ നമ്മൾ അഭിനയം ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോട്ടോഗ്രാഫിയുടെ കാര്യം അഭിനയം പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഇൻഹിബിഷൻസിനൊക്കെ മാറ്റാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആവും, നമ്മുടെ ബോഡി കുറച്ച് ഫ്രീ ആവും, മൊത്തത്തിൽ ഒരു പേടിയൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ അങ്ങനെയൊക്കെയാണ് നമുക്ക് വർക്ക്ഷോപ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഇൻട്രോവേർട്ടിൽ നിന്നുള്ള എക്സ്ട്രോവേർട്ടിലേക്കുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞല്ലോ, അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമേ അല്ല. അത് ഞാൻ അറിയാതെ വന്നത് പ്രോസസ് ആട്ടോ. ഞാൻ തിരിച്ചറിഞ്ഞത് തന്നെ ഈ ഇടയ്ക്കാണ്. ഞാൻ ഇങ്ങനെയല്ലല്ലോ എന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കേൾക്കുമ്പോഴാണ് ഓക്കെ എന്താണോ ഒരു ലൈബ്രറിയിലേക്ക് പോകുമ്പോ വരെ എന്റെ കൂടെ 2 പേര് വേണം. അങ്ങനത്തെ ഒരു ശ്രീജയെന്ന്. അപ്പൊ ലൊക്കേഷനിലൊക്കെ ആദ്യം പോകുമ്പോ അമ്മയച്ഛനൊക്കെ കൂടെ ആരും വന്നില്ല, ഒറ്റയ്ക്ക് ആണ്. പക്ഷെ ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് വരിക, കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുക. ചിലപ്പോ അതായിരിക്കും കേട്ടോ എന്നെ ചേഞ്ച് ആക്കിയത്. ആദ്യത്തെ മൂവിക്കും ആരും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ കാരണം ആദ്യ സിനിമ, പുതിയ സെറ്റ്, ടെൻഷൻ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് വണ്ടി വിളിച്ചു അല്ല, റിയലി ഒരു ഫ്രണ്ടിനെ പോലും അല്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ ചേഞ്ച് വന്നത് എനിക്ക്. ഫസ്റ്റ് ടൈം തുടങ്ങി നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ആവില്ലല്ലോ, നമ്മൾ അങ്ങനെ തന്നെ ലൈഫ് പോവും. ഒരു ചേഞ്ച് വരില്ല ലൈഫില്. അല്ല, സാധാരണ നമ്മൾ ഇൻട്രോവേർട്ട് പറയുന്ന സമയത്ത് നമ്മുടെ കൂടെ എപ്പോഴും ആള് വേണം, അക്കമ്പനി ചെയ്ത് ടെൻഷൻ ആയിരിക്കും നമുക്ക്. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഓവർകം ചെയ്തത് അത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്തപ്പോ ഓവർകം ചെയ്യാൻ പറ്റും. ഇൻഡസ്ട്രിയിലോട്ട് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഇതായിരുന്നു. അതെ, അതാണ് മാറ്റം. പിന്നെ ആളുകളെ ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി. നമ്മുടെ വേറൊരു ജോലിയാണെങ്കിൽ ഒരേ ലൊക്കേഷൻ, ഒരേ പ്ലേസ്. ഇപ്പൊ നമ്മൾ ഈ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ സിനിമയിൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോ ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് സിനിമാസ് കുറഞ്ഞു പോയി എന്നൊരു തോട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല, എനിക്കുള്ളത് എനിക്ക് വരും. ഇപ്പൊ ഞാനൊരു മൂവി ചെയ്തു വന്ന് അതിലേതെങ്കിലും അസോസിയേറ്റോ ഡയറക്ടറോ ക്യാമറമാനോ അസിസ്റ്റന്റ് ഡയറക്ടറോ ആയിരിക്കും എന്നെ അടുത്ത മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കോണ്ടാക്ട് വെക്കൽ ഭയങ്കര കുറവാണ് എനിക്ക്. പക്ഷെ ഇവരെന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്, ഓർത്ത് വെച്ച് വിളിക്കാറുണ്ട് എന്നെ. അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും. അല്ല, സാധാരണ അങ്ങോട്ട് കയറി ചോദിക്കുന്ന ആളുകൾ ഭയങ്കര മടിയാണ്. അങ്ങനെ ഒരു റോൾ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. റോളിന് വേണ്ടി അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്താ പറയാ, കാസ്റ്റിംഗ് സമയത്തൊന്ന് ഓർക്കണം എന്നുള്ളൊരു റിമൈൻഡർ കൊടുക്കാൻ തുടങ്ങിയത് ഈ ഇടയ്ക്കാ. അതുവരെ നമ്മൾ വിചാരിക്കാം മെസ്സേജ് ചെയ്യും ഇടയ്ക്കപ്പോ. ഇടയ്ക്ക് മെസ്സേജ് ചെയ്യൊന്നുമില്ല. അങ്ങനെ കാസ്റ്റിംഗ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കിൾ തന്നെയാണല്ലോ എല്ലാവരും. അപ്പൊ നമ്മളോട് പറയും. എന്റെ ഫ്രണ്ട് ആയിരിക്കും ചിലപ്പോ എല്ലാ അസോസിയേറ്റോ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും നമുക്കൊരു മടി ഉണ്ടാവും പറയാൻ. പക്ഷെ അത് റിമൈൻഡ് ചെയ്യണം, കാരണം അത് ഞാൻ പഠിച്ചു. ഓക്കെ. ഇനി ഫ്യൂച്ചറിലേക്കുള്ള വേറെ എന്തെങ്കിലും പ്ലാൻസ്, എന്തെങ്കിലും പരിപാടികളോ? പ്ലാൻസ് ഇല്ല. നല്ല സിനിമകൾ വരട്ടെ, നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. ഡയറക്ഷന് താല്പര്യം ഉണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ടെക്നിക്കൽ സൈഡ് ഒന്നും ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും നമ്മൾ പറയുന്നില്ല? ഇല്ല, സിനിമ മാത്രം. പിന്നെ പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത ഒരു പെർഫോമർ ആയിട്ട്, ഒരു ഡാൻസറും കൂടെ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ കാണുമ്പോഴേക്കും ആ ഫോട്ടോഷൂട്ടും കൂടെ ഒന്ന് ചെയ്യുന്നത്. ഓക്കെ. എനിവേ, താങ്ക് യു സോ മച്ച്.